എനിക്ക് കച്ചോറ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കച്ചോറ് പറഞ്ഞാൽ പച്ച ഉണ്ടല്ലോ, സ്വീറ്റ് ഇങ്ങനെ വരുന്ന, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾ വരുന്നുണ്ട്. നമുക്ക് ആ സാധനം വാങ്ങിക്കാം കേട്ടോ. സോ എക്സൈറ്റഡ്. ഓ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എനിക്കിത് പൊക്കാൻ നല്ല പാടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊല കാരക്കൊക്കെ കിട്ടുന്നത്. ഞങ്ങളെ ക്ലിനിക്കിൽ നമ്മുടെ ലൈറ്റില്ല. ഒരു മിനിറ്റ് തകത്തേക്ക് നോക്കട്ടെ. നമ്മളെ ക്ലിനിക്കിലെ ഇതിൻ്റെ അങ്ങനെ ബോക്സ് ആക്കിയിട്ടൊക്കെ വരും. ഈ കുറേ അറബ്സൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു സീസണിൽ ഇങ്ങനെ ആ മധുരം വെച്ച് വരുന്ന സമയത്ത് ഇവർ പറിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബോക്സസ് വരും ഓരോ ടൈമിൽ. അതിങ്ങനെ ഓരോ പ്രോസസ്സിങ് നടക്കുമല്ലോ. ഇപ്പോൾ ഈ ഒരു മധുരം വെച്ച് വരുന്ന സമയത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഴുത്തത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഉണങ്ങിയ കാരക്ക, അങ്ങനെയൊക്കെ കിട്ടും ഞങ്ങൾക്ക്. ഈ കാരക്കൻ്റെ സീസണായി കഴിഞ്ഞാൽ പിന്നെ കാരക്കൻ്റെ ഒരു ബഹളമയാണ്. പിന്നെ വേറെ എന്താ, ഇന്നത്തെ ദിവസം എത്രത്തോളം ഓക്കെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഈ വീഡിയോ ഞാൻ ഫുള്ളാക്കോ ഒന്നും എനിക്കറിയില്ല. എന്താ അറിയില്ല, ഇപ്പോൾ എവിടെന്നോ ഒരു പനിയുണ്ട്. നല്ല പനിയാണ്, നല്ല ഷുഗറുള്ള പനി. ഇന്നലെയൊക്കെ എനിക്കുണ്ട്, ഞാൻ പറഞ്ഞില്ല ഇന്നലത്തെ വീഡിയോയിൽ എനിക്ക്. പക്ഷെ ഞാനത് ഡോക്ടറെ അടുത്ത് പറയാൻ വിട്ടുപോയി, എനിക്ക് പനിയുണ്ടെന്ന്. സീനില്ലായിരിക്കും അല്ലേ. എന്തായാലും എൻ്റെ അടുത്ത് ഡോളൊക്കെ ഉണ്ട്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അത് കുടിച്ച് നോക്കട്ടെ. എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഓക്കെ ആവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണ്ട, അതതിൻ്റെ തീരുമാനം. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ ഈ ഒരു സിറ്റുവേഷനിൽ കാഷ്വാലിറ്റിയിലല്ലേ കാണിക്കാൻ പറ്റൂ. എന്നിട്ട് കാഷ്വാലിറ്റിയിലാകുമ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് ഇടും, അത് ഉറപ്പാണ്. ഇവിടെ അങ്ങനെയാണ്. നോക്കാം. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ഫുഡിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കാനൊരു മൂടുമില്ല. ബ്രെഡ് അങ്ങനത്തെ ഒന്നുമില്ല. ബ്രെഡ് നമുക്ക് ഓർഡർ ആക്കാം. ഇവിടെ ബക്കാലയിലേക്ക് വിളിച്ച് ഓർഡർ ആക്കിയാൽ അവർ കൊണ്ടുതരും. അതും ചായയും കുടിക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ട് പ്രിയ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കുടിക്കണം. ഗൈസ്, ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർ റിപ്ലൈ ഒന്നും തരുന്നില്ല. ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ 11 മണിയായി. ഇനി ബക്കാലിൽ പോയിട്ട് വരാം, അവിടെ സാധനം എടുത്തിട്ട് വരാം. ഒരു ബ്രെഡ് മാത്രം വാങ്ങാനുള്ളൂ, വാങ്ങിയിട്ട് വരാം. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് ബ്രെഡും ചായയും കുടിക്കണമെന്ന് വിചാരിച്ചു പോയി. എൻ്റെ ഫ്രണ്ട് ഫുഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കൂടെ ഓർഡർ ആക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഫുഡ് കഴിക്കാൻ ശരിക്കും ഒരു മൂടില്ല, വെറുതെ വാങ്ങിയത് വേസ്റ്റ് ആക്കിയുള്ളൂ. അപ്പം ബ്രെഡും ചായയും കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെയിൽ കുറവുണ്ട് കേട്ടോ, നല്ല കുറവാ, ചൂടില്ല. സൂര്യനെയും കാണാനില്ല കേട്ടോ, അല്ലെങ്കിൽ കുത്തി നിൽക്കുന്ന വെയിലുണ്ടാവും. എന്തോ ഒരു പവറിലങ്ങനെ നീച്ച് നടക്കട്ടോ, ഒട്ടും വയ്യ. എന്തായാലും ഇതൊന്ന് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കട്ടെ. വയ്യ, എന്നിട്ട് എവിടെയെങ്കിലും കിടക്കണം. എൻ്റെ റൂംമേറ്റ് എനിക്ക് കഞ്ഞി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. കഞ്ഞി റെഡിയായിട്ട് വിളിക്കും, അപ്പോൾ കഞ്ഞി എടുത്ത് കുടിക്കാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അത് മതി. ഒട്ടും വയ്യ. അയ്യോ, ഈ ക്യാമറനെ കൊണ്ട് ഞാൻ വലഞ്ഞ്. ഫുഡ് ഇങ്ങനെ കാണുന്നുണ്ട്, ഇതൊക്കെ കഴിക്കാനുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കഴിക്കാൻ പറ്റണില്ല, കഴിക്കാൻ തോന്നണേ ഇല്ല. അതാണ് പ്രശ്നം. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ.
But I like this bread with chaya because since my childhood, ഇതായിരുന്നു എൻ്റെ ഭക്ഷണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് കേട്ടോ. മദ്രസയിൽ പോകുമ്പോൾ ഈ ബ്രെഡും ചായയും കുടിച്ചിട്ടാണ് ഞാൻ മദ്രസയിൽ പോയിക്കൊണ്ടിരുന്നത്. പോയി മദ്രസ വിട്ട് വരുമ്പോഴാണ് പത്തിരിയും ചായയും കറിയൊക്കെ കിട്ടത്. ഓക്കെ, അപ്പോൾ ഞാനത് ഫിനിഷ് ആക്കട്ടെ, എന്നിട്ട് മെഡിസിൻ കഴിക്കണം. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, വേറൊന്നും വേണ്ട. ഇന്നത്തോടെ എൻ്റെ പനിയൊന്ന് പറഞ്ഞാൽ മതി. നീ നാളെ ഡ്യൂട്ടിയിലതാ. എന്നാൽ ഇതൊക്കെ തുറന്നാലോ? തുറന്ന് നോക്കാം. കുറേ പഴുത്തതാണുള്ളത്, പഴുത്തത് വേറെ പച്ച വേറെ ആക്കണം. ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ അടുത്തൊക്കെ ഇങ്ങനെ ക്ലിനിക്കിൽ ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ പഴുത്ത കാരൊക്കെ ഇങ്ങനെ പഴുത്തതും പച്ചയും ഓരോ പരുവത്തിലുള്ളത് വരും. ഇപ്പം ഇങ്ങനത്തെയാണ് ഈ പഴുത്ത് വരുന്ന സാധനമാണ് വരുന്നത്. അയ്യോ, ഇതിന് ജ്യൂസ് അടിച്ച് കുടിക്കാം ഈ കാരൊക്കെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാരൊക്കെ കിട്ടുമോ, കാരൊക്കെ കൊണ്ടുതരാൻ പറ്റുമോ എന്നൊക്കെ. ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. Anyway, thanks for this lovable gift. Okay. സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമാണ് ചെയ്യുമ്പോൾ. പഴുത്തത് വേറെയും ചേരയാക്കി ഇത് കുറച്ച് ലോങ് ആയിട്ട്, അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതിങ്ങനെ ഇതിൽ തന്നെ വെച്ചാൽ പഴുത്തു പോകുക, പെട്ടെന്ന് സെപ്പറേറ്റ് ആക്കിയാൽ നല്ലത്. ചെയ്യാം. എന്തോ ഭയങ്കര പൊടിയുണ്ട്. ഇതിൻ്റെ മരുന്നാണോ അറിയില്ല, മരുന്ന് കേട്ടോ ഇതിന്, അതെനിക്കറിയില്ല. മരുന്നെന്തോ മരുന്നിടാൻ മതിയാവും അല്ലേ? എന്തിനാണ് മരുന്നിടാത്തത്? ഒരു പൊടിയുണ്ട്, ചളിയാണോ അറിയില്ല. നാട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ അത് കാണുമ്പോഴേ, എൻ്റെ സിസ്റ്റർ കുഞ്ഞൊക്കെ കാണുമ്പോൾ അവർ കൊതി ഉണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കും പച്ച. ഇങ്ങനത്തെ വാങ്ങാൻ കിട്ടും, പക്ഷെ എനിക്ക് നാട്ടിൽ നിന്ന് ഇത്ര ടേസ്റ്റി ആയിട്ട് കിട്ടല്ലേ. ഇങ്ങനത്തെ വാങ്ങിയാലും ഭയങ്കര പച്ചയായിട്ടുള്ള അങ്ങനെ കിട്ടാറ്. ഇത് ഇത്രയും തോണിയാണ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഇതിന് കേടായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒട്ടും വയ്യാഞ്ഞിട്ട് ഇതിലേക്ക് സെപ്പറേറ്റ് ആക്കി പഴുത്തത് കഴുകുമ്പോൾ ക്ഷീണാവൂലേ? താങ്ക് യു. അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ താങ്ക് യു പറഞ്ഞിട്ട് ഈ വീഡിയോ അയാൾ കാണുന്നുണ്ട്, എന്നാലും താങ്ക്സ്. ബാക്കി ഞാൻ ഫിനിഷ് ആക്കിയിട്ട് വരാം കേട്ടോ. ഉച്ചയായപ്പോൾ എൻ്റെ ഫ്രണ്ട് രമ്യ വന്നു. അവളൊന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയതാണ് രാവിലെ ഡ്യൂട്ടിക്ക് എണീറ്റ് പോയത്. അതുകൊണ്ട് അവളിന്ന് ബിരിയാണി ഓർഡറാക്കി. ഞാൻ അതിൻ്റെ ചിക്കൻ പീസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വേണമെന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ ഉണ്ടാക്കിയ കഞ്ഞി ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത്. കഞ്ഞിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, എൻ്റെ വായയ്ക്ക് രുചിയില്ലായിട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ മെഡിസിനൊക്കെ കഴിച്ച് പെട്ടെന്ന് ഉറങ്ങാൻ നോക്കി. നല്ല ടയേർഡായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് പനി കുറച്ചും കൂടെ കൂടി. നടക്കുമ്പോൾ നല്ല തലകറക്കം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷീണം കുറച്ച് കൂടുതലായിരുന്നു. ഞാൻ അന്നത്തെ ദിവസം ഒന്നും ചെയ്തില്ല, നല്ലപോലെ റിലാക്സ് ചെയ്തു. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് തന്നെ പിറ്റേ ദിവസം രാത്രിയിലാണ് കേട്ടോ. ഇപ്പോൾ ഫീവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ പെയിൻ ഒട്ടും കുറവില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കും. പറ്റുമെങ്കിൽ കാഷ്വാലിറ്റി ഞാൻ എടുക്കും. എനിക്ക് ഒട്ടും വയ്യ. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എഡിറ്റ് ചെയ്യാൻ നോക്കുന്നവരാണ് ഞാനൊരു എൻഡിങ് വീഡിയോ പോലും എടുത്തില്ലല്ലോ എന്ന് ഓർക്കുന്നത്. എനിവേ, എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോക്ക് ഒരുപാട് പേര് കമൻസ് ആയിട്ട് ബ്ലെസ്സിങ്ങും പ്രാർത്ഥനയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആരാന്നോ എന്താണോ അറിയാത്ത ഒരുപാട് പേരുടെ പ്രാർത്ഥന ജസ്റ്റ് ഒന്ന് വാക്കാൽ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, അതിൻ്റെ സന്തോഷം എനിക്ക് നല്ലപോലെ ഉണ്ട്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അടുത്ത ദിവസം അടുത്ത പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തേക്ക് ബൈ.